നമസ്കാരം. അവസാനം മുഖം നന്നാക്കാൻ കെ ശൈലജയെ പിണറായിക്ക് പകരക്കാരിയാക്കാൻ ഒരുങ്ങി CPM. മുഖ്യമന്ത്രി കസേരയിൽ ഇനി പിണറായി വിജയന് ഏറിയാൽ 3 മാസം കൂടിയേ കാലാവധിയുണ്ടാകൂ. ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോകും, അതല്ല എങ്കിൽ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും തന്നെ പുറത്തേക്ക് പോകുക. പിണറായി രാജിവെച്ച് പകരം കെ ശൈലജയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാതെ CPM-ന് ഇനി കേരളത്തിൽ മുഖം നന്നാക്കാൻ വേറെ മാർഗമില്ല എന്ന നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുകയാണ്. വടകരയിൽ നിന്ന് ശൈലജയെ ലോക്സഭയിലേക്കും ഡൽഹിയിലേക്കും പറഞ്ഞുവിടാനും പകരം മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുമുള്ള പിണറായിയുടെ ഫോർമുല ഇതോടെ പൊളിച്ചടുക്കി. ഇംഗ്ലീഷിലേറെ പ്രാവീണ്യമില്ലാത്ത ശൈലജ ലോക്സഭയിൽ തിളങ്ങില്ല എന്നും ശ്രീമതിയെ പോലെ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് അപ്രസക്തിയായി തീരുമെന്നുമുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും അഹങ്കാരിയും ധിക്കാരിയുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി മാത്രമല്ല, കേരളത്തിൽ CPM-ന്റെ അടിമാന്തിക്കളഞ്ഞ സഖാവ് എന്ന ദുഷ്പേര് കൂടി പിണറായി വിജയന് കാലം ചാർത്തിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് പിണറായി വിജയൻ സ്വയം ഒഴിയാൻ നിർബന്ധിതനാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിലെ പകുതിയിലേറെ മന്ത്രിമാരും കഴിവുകെട്ടവരാണ് എന്ന തിരിച്ചറിവ് മാത്രമല്ല, ഇത്തരമൊരു പാവഭരണം കേരളത്തിന് ശാപമായിരിക്കുന്നുവെന്ന തിരിച്ചറിവും ജനങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞു. MV ഗോവിന്ദനും EP ജയരാജനും ഒഴികെ CPM-ലെ സകലമാന വിവരമുള്ള നേതാക്കളും പിണറായി വിജയനെ മാറ്റാതെ കേരളത്തിൽ CPM രക്ഷപ്പെടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായി CPI-യും കേരള കോൺഗ്രസ് മാണിയും കോൺഗ്രസ് എസും ജനതാദളുമൊക്കെ അത് വിധിയെഴുതി കഴിഞ്ഞു. ഇനി പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പോലും LDF നയിക്കില്ല. പിണറായി വിജയനെ മാന്യമായി ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇനി CPM നേതൃത്വത്തിന് മുന്നിലുള്ള ഏക പോംവഴി. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളുമൊക്കെ ഒന്നടങ്കം കണ്ടെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ ജനം വിധിയെഴുതാൻ കാരണം പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ വിദ്വേഷമാണ് എന്നാണ്. CPM-ലെ സ്ത്രീവിരുദ്ധർ ശൈലജയെ മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തി ജയിച്ചു കഴിഞ്ഞപ്പോൾ EK നയനാരെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഗൗരിയമ്മയെ തഴഞ്ഞ പാരമ്പര്യമാണ് CPM-നുള്ളത്. ഏറെ വൈകാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും ചേർന്ന് പിണറായിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് എന്ന ചർച്ചകൾ ആരംഭിക്കുമെന്നും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ കെ ശൈലജയെ വെട്ടിനിരത്താനുള്ള അവസാന തന്ത്രങ്ങൾ മെനയാനുള്ള മിനുക്കുപണിയിലാണ് പിണറായി വിജയൻ. താൻ രാജിവെച്ചാൽ പകരം മരുമകൻ റിയാസ് എന്നൊരു ഫോർമുല തന്നെയായിരിക്കും പിണറായി വിജയൻ മുന്നോട്ട് വെക്കുക. ലാവ്ലിൻ, മാസപ്പടി, വിദേശ ഡോളർ തുടങ്ങി ഒട്ടനവധി കുരുക്കുകളിൽപ്പെട്ടിരിക്കുന്ന പിണറായി വിജയൻ രാജിവെച്ചാൽ കുടുംബം ഒന്നാകെ അകത്താകുമെന്ന സാഹചര്യം ഉണ്ട്. ഇക്കാര്യം നന്നായി സഖാവിന് അറിയുകയും ചെയ്യാം. പിണറായി വിജയന് പകരം കെ ശൈലജ എന്ന സാധ്യത മാത്രമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. സംസ്ഥാന CPM-നുള്ളിൽ ജയരാജന്മാർ സൃഷ്ടിക്കുന്ന കലാപവും MV ഗോവിന്ദന്റെ ഗുണ്ടാ ശൈലിയുമൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഓരോ ദിവസവും പാർട്ടി താഴേക്ക് പോകുന്നു. മൈക്കിനോടും മൈക്കുകാരനോടും പോലും കയർക്കുന്ന പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ധിക്കാരം കേരളം നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരാജകത്വം നിറഞ്ഞിരിക്കുന്ന CPM കേരളത്തിൽ എന്നേക്കുമായി തകർന്നു പോകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ എന്നേക്കുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അപ്രസക്തമാവുകയാണ്. പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും കെ ശൈലജയെ പിന്തുണക്കാനുള്ള സാഹചര്യം മാത്രമേ ഇനി പോംവഴിയുള്ളൂ. പിണറായി വിജയനെ രണ്ടാം പ്രാവശ്യവും അധികാരത്തിലെത്തിച്ചതിന്റെ അടിസ്ഥാന ഘടകം കെ ശൈലജയും അവർ കൈകാര്യം ചെയ്ത ആരോഗ്യവകുപ്പുമായിരുന്നു. കോവിഡ് മഹാമാരി ഉൾപ്പെടെ പകർച്ചവ്യാധികളെ കൈകാര്യം ചെയ്യുകയും സംസ്ഥാനത്തെ പൊതു ആരോഗ്യ മേഖലയിൽ ഉണർവ് പകരുകയും ചെയ്ത കെ ശൈലജയുടെ പ്രാഗൽഭ്യം പിണറായി വിജയൻ മുതലെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. CPI ഭരിക്കുന്ന ഭക്ഷ്യവിതരണ വകുപ്പിന്റെ മികവായിരുന്നു ഭക്ഷണ കിറ്റ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുക എന്നത്. കിറ്റ് വിതരണത്തിന്റെ നേട്ടവും പിണറായി വിജയൻ തന്റെ സ്വന്തം അക്കൗണ്ടിൽ കൈക്കലാക്കിയതാണ് കേരളത്തിൽ പിണറായി വിജയന് രണ്ടാം ഊഴവും ഭരണം കിട്ടാനുള്ള അടിസ്ഥാന കാരണം. എന്തായാലും CPM അണികൾ തന്നെ ഇപ്പോൾ തെറ്റുതിരുത്തലിനുള്ള പുറപ്പാടിലാണ്.
ഇതിന്റെ ആദ്യപടി മുഖ്യമന്ത്രിയെ ചവിട്ടി പുറത്തു കളഞ്ഞ് പകരം കെ ശൈലജയെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കുക എന്നത് തന്നെയാവും.